ഹരേ കൃഷ്ണ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് മഞ്ജുളാലിൻ്റെ മഹാത്മ്യത്തെ പറ്റി മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇന്നുവരെ എനിക്ക് നൽകിയ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് 700 മീറ്റർ ദൂരെ കിഴക്കേ നടയിലാണ് മഞ്ജുളാൽ. റോഡിനു നടുവിൽ തറകെട്ടി സംരക്ഷിച്ചിട്ടുള്ള ആലിനു മുന്നിൽ കിഴക്കുനിന്നെത്തുന്ന തീർത്ഥാടകരെ സ്വാഗതം ചെയ്യും വിധം ചിറകു വിരിച്ച് കൊക്കു ചരിച്ചു പിടിച്ചു നിൽക്കുന്ന ഗരുഡന്റെ പ്രതിമയുണ്ട്. ഗുരുവായൂരിൻ്റെ മുഖമുദ്രയാണ് മഞ്ജുളാലും ഗരുഡനും. ഗുരുവായൂരപ്പൻ്റെ ഭക്തയായിരുന്ന മഞ്ജുള എന്ന യുവതി ദിവസവും കണ്ണനു ചാർത്താൻ മാല കെട്ടി സമർപ്പിക്കുന്നതു മഞ്ജുളയുടെ പതിവാണ്. ഒരിക്കൽ അമ്മയോടൊപ്പം യാത്ര പോയി മടങ്ങിയെത്താൻ രാത്രിയായി. എന്നിട്ടും കണ്ണനുള്ള മാലയുമായി നടയിൽ ഓടിയെത്തി. അപ്പോഴേക്കും നട അടച്ചിരുന്നു. ദുഃഖിതയായ മഞ്ജുള കരയാൻ തുടങ്ങി. ക്ഷേത്ര ദർശനം കഴിഞ്ഞു മടങ്ങിയ പൂന്താനം ഇത് കണ്ടു മഞ്ജുളയെ ആശ്വസിപ്പിച്ചു. തൊട്ടടുത്ത ആലിൻ ചുവട്ടിൽ മാല ചാർത്തിക്കൊള്ളൂ, കണ്ണൻ സ്വീകരിക്കും എന്നുറപ്പു നൽകി. കരച്ചിലടക്കി മഞ്ജുള അനുസരിച്ചു. പിറ്റേന്ന് നിർമാല്യത്തിനു മേൽശാന്തി മാലകൾ അഴിച്ചെടുക്കുമ്പോൾ എത്ര മാറ്റിയിട്ടും ഒരു മാല മാത്രം വിഗ്രഹത്തിൽ അവശേഷിച്ചു. ഇതറിഞ്ഞ പൂന്താനം തലേന്ന് മഞ്ജുള ചാർത്തിയ മാലയെപ്പറ്റി വിവരിച്ചു. ആൽച്ചുവട്ടിലെ മാല എടുത്തു മാറ്റിയതോടെ വിഗ്രഹത്തിലെ മാലയും അഴിഞ്ഞു വീണു. മഞ്ജുള ചാർത്തിയ മാല ഭഗവാൻ സ്വീകരിച്ചു എന്നു ഭക്തർക്കു മനസ്സിലായി. ആലിന് മഞ്ജുളാൽ എന്ന പേരു ലഭിച്ചു. ഉത്സവത്തിനു തുടക്കം കുറിച്ച് നടത്തുന്ന ആനയോട്ടം ആരംഭിക്കുന്നത് മഞ്ജുളാലിൽ നിന്നാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.